ഹായ് എവരിവൺ. മാനേജറിയൽ എക്കണോമിക്സ് 20th ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് റിട്ടേൺസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ലോയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റൺ അനാലിസിസ് ആണ്. അതേപോലെ തന്നെ അവിടെ ഒരു ഇൻപുട്ട് ഫാക്ടർ മാത്രം വാരിയബിളും അതർ ഇൻപുട്ട് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. ഇന്ന് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. Return to scale refers to the relationship between changes in output and proportionate change in all factors of production. Law of returns to scale എന്ന് പറയുന്നത് എന്താണ്? അത് ലോങ് റൺ അനാലിസിസ് ആണ്. ഷോർട്ട് റൺ അനാലിസിസ് അല്ല, ലോങ് റൺ അനാലിസിസ് ആണ്. ഇവിടെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് എല്ലാം വാരിയബിൾസ് ആണ്, അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. Okay, all factors are variable. When all factors are changed in same proportion, എല്ലാ ഫാക്ടേഴ്സ് എന്താണ്? സെയിം പ്രൊപ്പോർഷനിലാണ് ചേഞ്ച് ചെയ്തത്. എത്രത്തോളം ഇൻപുട്ട് വാരി ചെയ്തോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ അതേ പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നത്? വാരി ചെയ്യുന്നത്. When all factors are changed in same proportion, the behavior of output is analysis with the laws of return to scale. The law of return to scale is long run analysis. Law of return to scale എന്താണ്? ഒരു ലോങ് റൺ അനാലിസിസ് ആണ്. ലോങ് പീരീഡിൽ ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ്. ലോങ് റണ്ണിൽ നമ്മൾക്ക് ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വേണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ഇൻപുട്ട് ഫാക്ടേഴ്സിലും ഇൻക്രീസ് ഉണ്ടായിരിക്കണം, അല്ലേ? ഇതിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത്, ഈ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്, ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വാരിയബിൾ. എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും എന്താണ്? വാരിയബിൾ ആണ് എന്നുള്ളതാണ്. ദർ ആർ നോ ടെക്നോളജിക്കൽ ചേഞ്ചസ്. ലോങ് റൺ അനാലിസിസിലാണെങ്കിലും ഇവിടെ ടെക്നോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ള ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ അസംഷൻ പ്രകാരം നമ്മൾ പറയുകയാണ്. There's a perfect competition in market. നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാർക്കറ്റ് സിറ്റുവേഷൻ ആയിരിക്കും, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ സിറ്റുവേഷൻ ആയിരിക്കും എന്നതാണ്. നെക്സ്റ്റ് ഇസ് ദ ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റീസ്. ക്വാളിറ്റിയുടെ പ്രകാരമല്ല, ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ക്വാണ്ടിറ്റിയിലായിരിക്കും. ദ ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റീസ്. എ വർക്കർ വർക്ക്സ് വിത്ത് ഗിവൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്. വർക്ക് ചെയ്യുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ പ്രകാരം പറയുന്നത്, റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. The law of return to scale seeks to analyze the effects of scale on the level of ഔട്ട്പുട്ട്. നമ്മുടെ ഇൻപുട്ടിലുണ്ടായിരിക്കുന്ന ചേഞ്ചിനനുസരിച്ച് തന്നെ അതേ പ്രൊപ്പോർഷനിൽ തന്നെ ഔട്ട്പുട്ടിലും ചേഞ്ച് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഓരോ ഇൻപുട്ടിലും പ്രൊപ്പോർഷണൽ ആയിട്ടാവും ഒരുപോലെയുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നതിനെയാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എത്രത്തോളം ആണോ ഇൻപുട്ട് മാറിയിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് മാറുന്നതിനാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേജസ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ്. സെക്കൻഡ് വൺ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ. തേർഡ് വൺ ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. അതൊന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. സെക്കൻഡ് വൺ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ. തേർഡ് വൺ ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇതിൽ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിസൾട്ട് ഇൻ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ.
ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലിൽ ഫസ്റ്റ് സ്റ്റേജിൽ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ എല്ലാത്തിലും ഇൻക്രീസ് ഉണ്ടായിരിക്കും, എല്ലാത്തിലും ഒരുപോലെയുള്ള ഇൻക്രീസ് ഉണ്ടായിരിക്കും, കൂടുതൽ വർധനവ് ഉണ്ടായിരിക്കും. അത് എന്തിലും ഇൻക്രീസ് ചെയ്യും? ഔട്ട്പുട്ടിലും അത് ആ ഒരു ഭാഗം, ആ ഒരു ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് തന്നെ അത് ഔട്ട്പുട്ടിലും സാധ്യമാകും, അല്ലെങ്കിൽ ഔട്ട്പുട്ടിലും ഭാഗമാകും എന്നുള്ളതാണ്. ഔട്ട്പുട്ടിലും അതേ തരത്തിലുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കും. പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ട്സ് ഇൻ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. When the input are increased in given proportion and output increases in greater proportion. നമ്മൾ എത്രത്തോളമാണ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് അതിൽ കൂടുതലായിട്ട് ഔട്ട്പുട്ടും നമ്മൾക്ക് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിപ്പോൾ 10% ആണ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് അതിൽ കൂടുതലായിട്ട് 10 above ആയിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്ന. The return to scale is said to be increasing. Okay. Next is constant return to scale. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. വെൻ ഇൻപുട്സ് ആർ ഇൻക്രീസ്ഡ് ഇൻ എ ഗിവൺ പ്രൊപ്പോർഷൻ ആൻഡ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. ഇവിടെ കോൺസ്റ്റന്റ് റിട്ടേൺ എന്ന് പറയുന്നത് ഇൻപുട്ട് എത്രത്തോളമാണോ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് അതിനനുസൃതമായിട്ട് സെയിം പ്രൊപ്പോർഷനിലായിരിക്കും ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. In case of constant returns, the scale of average output remain constant. കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിലിൽ അവിടെ ആവറേജ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഇൻപുട്ട് എത്രത്തോളമാണോ ഇൻക്രീസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിലിൽ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഡിക്രീസിങ് റിട്ടേൺ സ്കെയിൽ. If proportionate increase in all input result all less than proportionate increase in, അതായത് ഒരു വലിയൊരു മാർജിനിലെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്ട്സ് റിസൾട്ട്സ് ഇൻ ഓൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അത്രത്തോളം തന്നെ എന്ത് ചെയ്യില്ല? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാതിരിക്കുന്നതിനെയാണ്. അതായത് എത്ര പെർസെൻറ്റേജ് ആണോ നമ്മുടെ ഇൻപുട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അതിനനുസൃതമായിട്ടല്ല, അതിന് കീഴെ നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ്, അത്രത്തോളം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാതിരിക്കുന്നതിനെയാണ് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. Next is comparison between the law of variable proportion and the law of return to scale. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ സിമിലാരിറ്റീസ് ആണ്. നമ്മൾക്കറിയാം ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസും ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ സിമിലാരിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് സിമിലാരിറ്റി പറയുന്നത് ബോത്ത് ലോസ് ആർ സ്റ്റഡിയിങ് ദ ബിഹേവിയർ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് അണ്ടർ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. രണ്ട് സിമിലാരിറ്റീസ് പറയുന്നത് രണ്ട് ലോയും ഒരു സെറ്റ് ഓഫ് ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് വെച്ചിട്ട് സ്റ്റഡിയിങ് ദ ബിഹേവിയർ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ബിഹേവിയർ, എത്രത്തോളം ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഔട്ട്പുട്ട് നമ്മൾക്ക് ടോട്ടൽ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം ഉണ്ടാകും, ഇതിനെക്കുറിച്ച് ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ് രണ്ട് ലോയും അല്ലേ. ഫസ്റ്റ് പഠിച്ചിട്ടുള്ള ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസും ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും രണ്ട് ലോയും പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്, സെറ്റ് ഓഫ് കണ്ടീഷൻസ് വെച്ച്. രണ്ടാമത് പറയുന്നത് ബോത്ത് മെഷർ ഔട്ട്പുട്ട് ഇൻ ഫിസിക്കൽ ടേംസിലാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസും ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലും അതിൻ്റെ ഔട്ട്പുട്ട് അളക്കുന്നത്, മെഷർ ചെയ്യുന്നത് ഫിസിക്കൽ ടേമിലാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഇൻ ബോത്ത് ദ ലോസ്
It is assumed that the state of technology remain unchanged. രണ്ട് ലോയിലും അസംഷൻ എന്ന് പറയുന്നത് ടെക്നോളജി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഡിഫറൻസസ് എന്നൊരു ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസും ലോ ഓഫ് റിട്ടേൺസും തമ്മിലുള്ള ഡിഫറൻസസ്. ഒരു 3 ബേസിസിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസസ് പഠിക്കാം. ഫസ്റ്റ് വൺ, ടൈം പീരീഡിൻ്റെ ബേസിസിലാണെങ്കിൽ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആണ്. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ ആണ്. നെക്സ്റ്റ് ഇസ് വാരിയബിലിറ്റി ഫാക്ടേഴ്സ്. Law of variable proportionally only one factor is variable, others എന്താണ് kept constant ആണ്. നെക്സ്റ്റ് ഇസ് ഓൾ ഫാക്ടേഴ്സ്, വാരിയബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ലോങ് റൺ അല്ലെങ്കിൽ ലോങ് റണ്ണിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിൽ എല്ലാ ഫാക്ടേഴ്സും എന്ത് ചെയ്യാണ്, വാരി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് factor proportion. Factor proportion is varied. Under law of returns scale, factor proportion is constant. അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഈസ് ആൾട്ടേഡ്. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫാക്ടർ പ്രൊപ്പോർഷൻ ആണ് വാരി ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ പറയുന്നത് എന്താണ്,